നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന കഥ. ചോളനാട്ടിലെ കാവേരി പൂമ്പട്ടണം, മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ പട്ടണത്തിലെ വൻ ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ, കാമകോമളൻ, പേരിറങ്ങി വന്നൊരിന്ദ തുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവണീശ്വരൻ, സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. സർവസൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. അവർ മാതൃകാ ദമ്പതികളായി ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ ആദ്യമായി ആണ്ടവൻ കോവിലിൽ വെച്ച് കണ്ടുമുട്ടിയ അസുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. തിരുനടയിൽ തൊഴുതു നിന്ന തമ്പുരാട്ടി, പുലരൊളിയിൽ കഥ ചൊരിയും കോമളാങ്കി, കനകമയം കരിനിറവും കരിമിഴിയാളെ, മമ ഹൃദയം കവസതനം പൂമ്പൊടിയാളെ. കണ്ണകി, ഉണ്ണ കിടച്ചത് എൻ മഹാഭാഗ്യം, നീ ഇല്ലാமல் എനിക്ക് വാഴയില്ലേ. അതു കേൾക്കെ അവളുടെ കവൾ നാണം കൊണ്ട് തുടുത്തു പോകും. ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു. ആയിടെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടിയേറി. തേരും തേരോട്ടവും തുടങ്ങി. അലങ്കാരങ്ങൾ ഉയർന്നു. എല്ലാത്തിനും മുൻപന്തിയിൽ കോവലൻ തന്നെ. തെരുക്കൂത്ത് ആരംഭിക്കുകയായി. നാലുനായിട്ടിനും പേര് കേട്ട അഴക് റാണി മാധവിയാണ് നർത്തകി. നൃത്തവേദി ഉണർന്നു. ദീപകാന്തി തെളിഞ്ഞു. മിന്നൽ കൊടി വേഗത്തിൽ ചടുല താളം മേളത്തോടെ മതിമറന്നാടുന്ന മാധവി ഒരു സ്വപ്ന റാണിയായി മാറി. ആനന്ദലഹരിയിൽ അകം നിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുൻപിൽ കൈ തൊഴുതുകൊണ്ട് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മാരകമായ ഏതോ വിഭ്രാന്തിയിൽ മുഴുകി നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടമിഴികളോടെ പുഞ്ചിരിയുമായി നിൽക്കുന്നു മാധവി. അവൻ തന്റെ രത്നഹാരമോതി അവൾക്ക് നേരെ നീട്ടി. മണി കിലുങ്ങും മട്ടിൽ കുണുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി. ആ കൈകൾ ഞൊടുനേരം പുണർന്നു. പ്രിയരെ, കോവലന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അതോടുകൂടി അവൻ ആളാകെ മാറി. കണ്ണകിയെ കാണുന്നത് തന്നെ അവന്റെ ചതുർത്ഥിയാണ്. മദ്യപിച്ചുവെന്ന് ബഹളം കൂട്ടുന്ന കോവലന്റെ കാല് പിടിച്ച് കണ്ണീരോടെ അവൾ ചോദിക്കും, ഞാൻ എന്തു തെറ്റ് ചെയ്തു അങ്ങിങ്ങനെ സ്വയം നശിക്കാൻ? മാറിനില്ലടി പിണമേ, ആരണിക്കു നീ മടുത്തു പോ പുറത്തു വ്രതമേ, മാധവി എനിക്കു സ്വപ്ന രാജ്യമാണു കാമിനി, ആ മനോഹരാങ്കി നിന്ന ചുറ്റുവട്ടമെത്തുവാൻ 7 ജന്മമെങ്കിലും ജനിക്കണം നീയോർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി തന്റെ കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. കടവുളെ കാപ്പാത്തുങ്കോ, ഏ കണവനെ കാപ്പാത്തുങ്കോ. ചവിട്ടി പിടിച്ചറിയുമ്പോഴും ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് തന്റെ പ്രിയതമൻ സൽബുദ്ധി തോന്നിപ്പിക്കുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. അവർ മദാമകൾ പരിഹസിക്കും പോലെ അബലകളോ അടിമകളോ ആയതുകൊണ്ടല്ല, മറിച്ച് കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ടാണ്. കണ്ണകിയുടെ കണ്ണീരിൽ കൊഴിഞ്ഞ നാളുകൾ കടന്നുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവി കോവലനെ മയക്കിയെടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയ പൂവാടിയും ഇരുകുകിലങ്ങൾ പോലെ അവരിരുന്നു. പാടെ മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമഭാവത്തെ തന്നെ സ്വന്തമാക്കിയിടാൻ നിന്നെ. മാധവിയുടെ മായാവലയത്തിൽ കുടുങ്ങിയ കോവലൻ അവൾ ആഗ്രഹിക്കുന്നതെന്തും ആ കാൽ കീഴിൽ കൊണ്ടു നൽകി. ആ നൃത്തക്കാരിയുടെ കടക്കണ്ണിൽ കോണിൽ ഒരു കളിപ്പാവയെ പോലെ അവൻ കുരുങ്ങിക്കിടന്നു. ശരിയല്ലേ, സരസസുന്ദരിയായ ഒരു പെണ്ണു കാരണം എത്രയെത്ര മഹാഭീരുക്കളാണ് നിലം പതിച്ചതെന്ന് കേരള സമൂഹം കണ്ടതല്ലേ. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. അവൾ കോവലന്റെ മുഖത്ത് നോക്കി അട്ടഹസിച്ചു. കണ്ട മദ്യപാനികൾക്ക് കയറിയിറങ്ങാനുള്ള സത്രമല്ലിത്, കടന്നുപോ. മാധവി, ഇത് നീ തന്നെയോ? അതെ, ആള് മാറിയിട്ടില്ല.
എന്തേ തുറിച്ചു നോക്കുന്നേ? കടക്കുപുറത്ത് കാക്കാശിന് കൊള്ളാത്തവൻ അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. സർവസമ്പത്തും നഷ്ടപ്പെട്ട ആ അധഭാഗ്യൻ ഉരുകുന്ന നെഞ്ചുമായി ഇരുട്ടിലൂടെ നടന്നു. ഉരുകുന്ന നെഞ്ചുമായി ഒരു ഭ്രാന്തനെ പോലെ തെരുവില്ലലയുന്നു പാവം. ഇനിയേതു പാത, ഇരുളാർന്ന വഴികൾ, ഒരു കുഞ്ഞു താരവുമില്ല. ഇനിയേതു പാത, ഇരുളാർന്ന വഴികൾ, ഒരു കുഞ്ഞു താരവുമില്ല. ആ പാതിരാവിലും കൊളുത്തു വെച്ച കൽവിളക്കിന് മുന്നിൽ കണ്ണകി വിതുമ്പുകയായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു കാലൊച്ച. യാറത് യാറത്. അവൾ കരുവച്ച കൊടുവാൾ കയ്യിൽ എടുത്തില്ല. അന്ന് അതിന്റെ ആവശ്യവുമില്ല. കാരണം അന്നത്തെ സമൂഹം ഇന്നത്തേതുപോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃദ്ധകൾക്ക് പോലും രക്ഷയില്ല. യാറത്. കണ്ണകി ജനൽപ്പഴുതിലൂടെ നോക്കി. കടുവളെ, കോവലെ. അവൻ വാതിലുകൾ തുറന്ന് ഓടിച്ചെന്ന കാൽത്തൊട്ട് വന്ദിച്ചു. വാങ്ക, ഉള്ള വാങ്കോ. കണ്ണകി, മാപ്പർഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ. എന്നോട് ക്ഷമിച്ചാലും. അങ്ങനെ പറയല്ലേ, തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ. എനിക്കങ്ങനെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. കണ്ണകിയുടെ സ്നേഹത്തിന്റെ ശീതളചാലിനി കോവലന്റെ നെഞ്ചിലെ തീയണച്ചു. കണ്ണകി, നമുക്ക് ജീവിക്കാൻ ഇനി എന്താണ് മാർഗം? വഴിയുണ്ട്. അവൾ പെട്ടി തുറന്ന് ആ പട്ടുപൊതി കയ്യിലെടുത്തു. നോക്കൂ, മംഗല്യനാളികൾ താതനണിയിച്ച പൊൻചിലമ്പാണിതു വാങ്ങൂ. പാരില മൂല്യമാം രത്നജാലങ്ങൾ തൻ മഞ്ചിര ചിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. മഞ്ചിര ചിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? എനിക്കെന്റെ അച്ഛൻ നൽകിയ ഈ പൊൻചിലമ്പുകളിൽ ഒന്ന് വിറ്റാൽ നമുക്ക് ഏറെക്കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വാണിഭം ആരംഭിക്കുകയും ചെയ്യാം. നാരീഷ്കർമ്മം പുരുഷസ്യ ഭാഗ്യം എന്ന വചനം കോവലൻ അനുഭവിച്ചറിയുകയായിരുന്നു. പിറ്റേന്ന് തന്നെ അവൻ ചിലമ്പ് വിൽക്കാൻ മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യനാട്ടിലെ പേരുകേട്ട രത്നവ്യാപാരി നഗരവീര്യ പെരുന്തട്ടാന്റെ കടയിലെത്തി. കുടവയറും കുറുക്കൻ കണ്ണുകളുമുള്ള തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. നാനിതേ വന്നിട്ടെ. തട്ടാൻ പോയി ഏറെ സമയം കഴിഞ്ഞില്ല. അതാ കടയ്ക്ക് മുന്നിൽ ഒരു കുതിരവണ്ടി വന്നു നിന്നു. അതിൽ നിന്ന് ചാടി ഇറങ്ങിയ ഭൃത്യന്മാർ കോവലനെ പിടിച്ചു വലിച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കണ്ട പെരുക്കള വണ്ടിയിൽ. തട്ടാൻ കുടവയറ് കുലുക്കി ചിരിച്ചു. താൻ തട്ടിയെടുത്ത തമ്പുരാട്ടിയുടെ ചിലമ്പ് പോലുള്ള എണ്ണം എന്റെ കയ്യിൽ വന്നു പെട്ടത് മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുത്ത വകയിൽ സമ്മാനങ്ങൾ വേറെയും. ആണ്ടവാ, വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കട്ട കള്ളനെ കാണാൻ ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പുയർത്തിക്കാട്ടി പാണ്ഡ്യമന്നൻ ആജ്ഞാപിച്ചു. തല വെട്ടിയെറിയുവിൻ തെരുവിലി കള്ളനെ. ഇനിമേലിൽ ഇതുപോൽ കവർച്ചയുണ്ടാകലാൽ ഇതു പാഠം ഈ പാണ്ഡ്യമന്നന്റെ ശാസനം. കരുതി മറുവിടണം മധുരയ്ക്കു മാതൃക. ഒന്നുറക്കെ കരയാനോ ശബ്ദിക്കാനോ തുടങ്ങുന്നതിന് മുൻപ് കോവലന്റെ തല തെറിച്ചു വീണു. ചുടുരക്തം ചീറ്റി വാർത്തയറിഞ്ഞു നടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീപ്പാറും കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടി. തന്റെ പ്രിയതമന്റെ ചുടുചോര കൊണ്ട് തൊടുകുറി ചാർത്തി സിംഹാസനത്തിലിരിക്കുന്ന മണ്ണിനെ തുറച്ചു നോക്കിക്കൊണ്ട് അവൾ അലറി. അധികാരമത്തനായ അലറുന്ന മന്നവ അപരാധിയോ എന്റെ കാന്തൻ. തലവെട്ടി നീ പെയ്തരുതിരമേ സാക്ഷി. അറിയാത്ത പൊരുളറിഞ്ഞോളൂ, അറിയാത്ത പൊരുളറിഞ്ഞോളൂ. എന്ത് ധിക്കാരമോ? എന്റെ പ്രിയതമയുടെ ചിലമ്പ് കണ്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലെന്നോ? ഹേ മന്നവ, നേരറിയാത്ത നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ തുണയാണിത്. പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രക്തമോ? മുത്ത്, നല്ല മുന്നായി മുത്തു നിറച്ച ചിലമ്പാണത്. എന്നാൽ കണ്ടോളൂ, ഇതിൽ രക്തങ്ങളാണ്, അമൂല്യ രക്തങ്ങൾ. അവൾ ചിലമ്പ് സഭാമണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി രത്നങ്ങൾ 4 പാടും ചിതറി. തമ്പുരാൻ നടുങ്ങി. കാണികൾ കിടിലം കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗയായി മാറിയ കണ്ണകി തന്റെ വലതുമുല പിടിതെറിഞ്ഞുകൊണ്ട് അലറി. ധർമ്മം പിഴച്ച മന്നവ,
നീയും നിന്റെ സംഘവും വെന്തു ചാമ്പലാവട്ടെ. അവൾ അവിടെ കുഴഞ്ഞു വീണു. കൊടുങ്കാറ്റുയർന്നു. കാറ്റിൽ അഗ്നിജ്വാല പടർന്നു. തമ്പുരാനും മധുരാപുരിയും കൊട്ടാരവും വെന്തു ചാമ്പലായി. പ്രിയരെ, ധർമ്മം പിഴച്ച ഭരണാധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്തകനാകുന്നു. ഒന്നുകൂടി, പെണ്ണിന്റെ കണ്ണീരഗ്നിയിൽ വെന്തു ചാമ്പലാകും ഏതു ഭരണകൂടവും. ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.